പൗരനായ ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിലെ ബഹിരാകാശ പൗരനായോ? കോൺഗ്രസിന്റെ നിലപാടുകളിൽ നിന്നും നയങ്ങളിൽ നിന്നും ഭിന്നമായി സംസാരിച്ചാൽ പാർട്ടിയെ ധിക്കരിച്ചു എന്നല്ലേ അർത്ഥം? രാജ്യത്തിന് പുറത്തു പോകുമ്പോൾ സർക്കാരിന് അനുകൂലമായി മാത്രമേ സംസാരിക്കാവൂ എന്നുണ്ടോ? സർക്കാരിനോടുള്ള വിയോജിപ്പുകൾ കൂടി അറിയിക്കേണ്ടത് പ്രതിപക്ഷ അംഗത്തിന്റെ ഉത്തരവാദിത്തമാണോ? പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകൾ പുറത്തു പറയാനുള്ളതല്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. UPA സർക്കാരിന്റെ കാലത്ത് നിരവധി സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയെന്നും അതൊന്നും മേനി പറയാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ ശശി തരൂർ വിദേശത്തു ചെന്ന് നരേന്ദ്രമോദി സർക്കാർ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളെ പുകഴ്ത്തി പറയുകയാണ്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ എങ്ങനെ പ്രതികരിക്കുമോ അതേ രീതിയിൽ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂറും പ്രതികരിക്കുന്നത്. എല്ലാത്തിനും ഉപരിയായി ഡോക്ടർ തരൂർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വവുമായി അഭിപ്രായ ഭിന്നതയുണ്ട്, അത് സംസാരിച്ചു പരിഹരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. കോൺഗ്രസിൽ ബഹിരാകാശ പൗരനോ ഡോക്ടർ തരൂർ? G20യിൽ ഇന്ത്യയുടെ ഷെർപ്പ അഥവാ ഔദ്യോഗിക പ്രതിനിധി അമിതാഭ് കാന്ത് ആയിരുന്നു. ഇന്ത്യയിലെ G20 ഉച്ചകോടി നടത്തിയത് മുതൽ പ്രശസ്തനാണ് അമിതാഭ് കാന്ത്. അമിതാഭ് കാന്ത് എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം രാജിവെച്ചു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു ഉത്തരമില്ല. പക്ഷേ ആ പദവിയിലേക്ക് ഇനി വരാൻ പോകുന്നത് ഡോക്ടർ തരൂർ ആണെന്നാണ് അഭ്യൂഹങ്ങൾ. ഈ അഭ്യൂഹങ്ങൾ ശക്തമായ സമയത്താണ് അമിതാഭ് കാന്ത് രാജിവെച്ചത്. ആ പദവിയിലേക്ക് വരുമെന്ന് തരൂരോ കേന്ദ്ര സർക്കാരോ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഡോക്ടർ തരൂർ ആ പദവി സ്വീകരിച്ചാൽ അത് സർക്കാർ നൽകുന്ന ഔദ്യോഗിക നിയമനമാണ്. കോൺഗ്രസിന്റെ MP ആയ ഒരാൾക്ക് അങ്ങനെ ഒരു പദവി സ്വീകരിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ തരൂർ രാജിവെക്കേണ്ടി വരും. MP പദവി മാത്രമല്ല, കോൺഗ്രസിലെ പ്രവർത്തക സമിതി അംഗത്വവും പ്രാഥമിക അംഗത്വവും എല്ലാം ഒഴിയേണ്ടിയും വരും. വെറുമൊരു G20 ഷെർപ്പയാകാൻ മാത്രമായി ഡോക്ടർ തരൂർ എന്തിന് MP സ്ഥാനം രാജിവെക്കണം എന്നതാണ് അടുത്ത ചോദ്യം. തരൂർ രാജിവെച്ചാൽ തിരുവനന്തപുരത്ത് എന്താകും സംഭവിക്കുക? മണ്ഡലം താലത്തിലെടുത്ത് വെച്ച് BJPക്ക് നൽകുന്നതിന് തുല്യമാകില്ലേ? പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്ത് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എത്തിയതു തന്നെ അങ്ങനെ ഒരു സുവർണ നിമിഷത്തിന് വേണ്ടിയല്ലേ? തൽക്കാലം ഇങ്ങനെ കാടുകയറി ചിന്തിക്കാതിരിക്കാം. കാരണം ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയുണ്ട് എന്നാണ് തോന്നുന്നത്. അദ്ദേഹം കോൺഗ്രസിൽ ഇല്ല എന്ന സംശയം ഇപ്പോഴുള്ളത് ആ പാർട്ടിക്ക് മാത്രമാണ്. സംസ്ഥാനത്ത് ഒരു തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു, നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ്. പ്രിയങ്ക ഗാന്ധി വരെ അവിടെ എത്തി പ്രചാരണം നടത്തി മടങ്ങി. ഏറെക്കുറെ ഫലമുറപ്പായ ഒരു തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനായി ദേശീയ നേതാവ് എത്തേണ്ട കാര്യമൊന്നും ഉള്ളതല്ല. പക്ഷേ MP എന്ന നിലയിൽ പ്രിയങ്ക വന്നു. അപ്പോഴും അവിടെ പ്രചാരണത്തിന് എത്താത്ത ഏക നേതാവ് ഡോക്ടർ തരൂർ ആയിരുന്നു. വിളിക്കുകയോ പറയുകയോ ചെയ്തില്ല എന്നാണ് ഡോക്ടർ ശശി തരൂർ പരസ്യമായി പറഞ്ഞത്. എന്നാൽ KPCC പറയുന്നത് മറ്റൊന്നാണ്. താരപ്രചാരകരുടെ പട്ടികയിൽ ഡോക്ടർ തരൂരിന്റെ പേരുണ്ടായിരുന്നു. വന്ന് പ്രസംഗിച്ചിട്ട് പോകാൻ പ്രത്യേകം വിളിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ഇക്കാര്യത്തിൽ രണ്ട് വശത്തും ന്യായമുണ്ടെന്ന് കരുതാം. പക്ഷേ പ്രശ്നം ഇതൊന്നുമല്ല. UDF നേതൃത്വവുമായി ഡോക്ടർ ശശി തരൂർ ഇടങ്ങേറിലാകാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി എന്നുള്ളതാണ്. പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ വന്ന് ഹമാസിനെ ഭീകര സംഘടന എന്ന് വിളിച്ച ആ നിമിഷം മുസ്ലിം ലീഗാണ് ആദ്യമായി വിയോജിപ്പറിയിച്ചത്. പറഞ്ഞിടത്തു നിന്ന് തന്നെ ശശി തരൂർ വിശദീകരണം തുടർന്നപ്പോൾ കൂടെ നിൽക്കാൻ MK രാഘവൻ MP അല്ലാതെ മറ്റാരും ഇല്ലാത്തൊരു നില വന്നു. ഇതിനിടയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണെന്ന് 2-3 അഭിമുഖങ്ങളിൽ തരൂർ ആവർത്തിച്ചത്. ഇതോടെ കോൺഗ്രസിലെ സകല ഗ്രൂപ്പുകളും തരൂരിനെതിരായി. അല്പം സ്നേഹം പകർന്നു നൽകിയിരുന്ന രമേശ് ചെന്നിത്തല പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തരൂരിന്റെ വരവിൽ അപകടം മണത്തു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാം എന്ന് പറയുക മാത്രമല്ല തരൂർ ചെയ്തത്, മിക്ക ജില്ലകളിലും വിവിധ യോഗങ്ങൾ വിളിച്ച് പങ്കെടുക്കുകയും ചെയ്തു. തരൂർ കുഴപ്പക്കാരനാകാൻ ഇതിനുമപ്പുറം ഒരു കാരണം വേണ്ടല്ലോ. ഡോക്ടർ ശശി തരൂരിനെ ആഗോള പൗരനായി ബഹുമാനിക്കുന്ന ഒരു എലീറ്റ് ക്ലാസ് കേരളത്തിലുണ്ട്. മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും നയതന്ത്ര വിദഗ്ധരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംഘം. അവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ഡോക്ടർ തരൂരിൽ കുറഞ്ഞ ഒരാൾക്കും യോഗ്യതയില്ല എന്ന, ബാക്കിയുള്ള സകല നേതാക്കളും അയോഗ്യരാണ് എന്നാണ്.
അത്തരമൊരു സംഘത്തിന്റെ പിന്തുണയല്ലാതെ തിരുവനന്തപുരത്തിന് പുറത്ത് ഡോക്ടർ തരൂരിന് വലിയ സ്വാധീനമില്ല. തിരുവനന്തപുരത്തെ സ്വാധീനം പോലും തരൂരിന്റെ വ്യക്തിപരമായ സ്വാധീനമാണെന്നേ പറയാൻ പറ്റൂ. BJP ജയിക്കരുത് എന്നാഗ്രഹിക്കുന്ന തിരുവനന്തപുരത്തെ ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ കൂട്ടമായി വോട്ടു ചെയ്താണ് തരൂരിനെ ജയിപ്പിച്ചിരുന്നത്. അവർക്ക് BJPക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമായിരുന്നു തരൂർ. BJPക്കെതിരെ ഇത്രയേറെ പുസ്തകങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള തരൂരിൽ അവർക്ക് വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് നൽകിയിരുന്ന വോട്ടാണ് തരൂരിനെ വിജയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതും. കേരളത്തിലെ മറ്റേത് കോൺഗ്രസ് നേതാവ് BJPയിൽ പോയാലും ഡോക്ടർ തരൂരിന് പോകാൻ കഴിയില്ല എന്നാണ് തിരുവനന്തപുരത്തെ സാമാന്യ ജനം കരുതിയിരുന്നത്. ഇനി തരൂർ BJPയിലേക്ക് ഔദ്യോഗികമായി പോയില്ലെങ്കിലും കോൺഗ്രസിനെ തള്ളുന്നത് പോലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാര്യമല്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ തോറ്റ ശേഷമാണ് ഡോക്ടർ തരൂർ കേരളത്തിലേക്ക് എത്തുന്നത്. അന്ന് KPCC അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തലയാണ് അതിന് വഴിയൊരുക്കിയത്. CPIയുടെ സിറ്റിംഗ് സീറ്റിൽ മത്സരിച്ചാണ് ജയിച്ചു കയറിയത്. പിന്നെ ആ മണ്ഡലത്തിൽ തരൂർ തോറ്റിട്ടില്ല. അത് പക്ഷേ ഡോക്ടർ തരൂരിന് മാത്രമുള്ള അംഗീകാരമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തിരുവനന്തപുരത്തെ ജനത അർപ്പിച്ച വിശ്വാസമാണ്. 4ാം വട്ടം ജയിച്ച് വർഷം 1 കഴിഞ്ഞപ്പോഴേക്കും തരൂർ നടത്തുന്ന ഈ നീക്കങ്ങൾ മുറിവേൽപ്പിക്കുന്നത് ആ ജനതയെ കൂടിയാണ്. കോൺഗ്രസ് നേതൃത്വവുമായി അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് തരൂർ വിളിച്ചു പറയുക കൂടി ചെയ്തതോടെ ആ വിശ്വാസക്കേട് കൂടുകയും ചെയ്തു. വിശ്വാസവഞ്ചന കാണിച്ചുവെന്ന് ഇപ്പോൾ പറയാനാവില്ല. പക്ഷേ തരൂർ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസുമായി സമവായത്തിന്റെ വഴിയിലല്ല, സംഘർഷത്തിന്റെ ആ വഴി പുറത്തേക്കുള്ളതാണെന്ന് കരുതുന്നവരാണ് കൂടുതലും. AICC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ഉൾപാർട്ടി മത്സരം പോലെയല്ല പാർട്ടിക്കെതിരായ ഈ നിരന്തര പ്രസ്താവനകൾ. AICC നേതൃത്വത്തോട് ഭിന്നതയുണ്ടെന്ന് പരസ്യമായി പറയുന്നത് തന്നെ അച്ചടക്ക ലംഘനമാണ്. ഡോക്ടർ തരൂർ ഏതു നിമിഷം മറുകണ്ഠം ചാടും എന്നാണ് കോൺഗ്രസിലെ പ്രാദേശിക പൗരന്മാർ പോലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.